ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? ഇന്നുണ്ടല്ലോ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണല്ലോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ. എൻ്റെ അന്വിക്കുട്ടിക്ക് 3 വയസ്സായി. 21 സാറ്റർഡേ ആയിരുന്നു അവളുടെ ബർത്ത്ഡേ. അന്ന് ഞങ്ങൾ പ്ലേ സ്കൂളിൽ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല, പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അത് യൂട്യൂബിൽ ഇടാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നെക്സ്റ്റ് ഡേ സൺഡേ ഞങ്ങൾ വീട്ടിൽ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സും ഏറ്റവും അടുത്തുള്ള എൻ്റെ ഫാമിലിയും, അതായത് എൻ്റെ ഫാമിലി, ഹസ്ബൻഡിൻ്റെ ഫാമിലി, അങ്ങനെ തൊട്ടടുത്തുള്ള കുറച്ച് പേരൊക്കെ ആയിട്ട് മാത്രം ചെറിയൊരു സെലിബ്രേഷൻ. ആദ്യം തന്നെ പറയട്ടെ, എനിക്കങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഏകദേശം എന്തൊക്കെയോ ഒപ്പിക്കുന്നു എന്നല്ലാതെ എനിക്കിതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. ഞാൻ ഓൺലൈനിൽ മറ്റേ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു ഡെക്കറേഷൻ കിറ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലെ ഡെക്കറേഷൻ കിറ്റ് വെച്ചിട്ടാട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അത് കൊള്ളാം കേട്ടോ, ഐറ്റമൊക്കെ കൊള്ളാം. പക്ഷെ ബലൂൺ തീരെ കുറവാണ്, 30 എണ്ണം കഷ്ടിയുള്ളൂ. ഈ 30 എണ്ണം വെച്ചിട്ട് ഒന്നും ആവില്ല. ഞാൻ ഒരു പാക്കറ്റും കൂടെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് ബലൂൺ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിങ്കാന്നും പറഞ്ഞ് മേടിച്ചതാണ്. അതൊരു മാതിരി ഒരു ലാവണ്ടർ കളറായി പോയി. എന്നാലും കുഴപ്പമില്ല, മൊത്തത്തിൽ ഒരു പേസ്റ്റൽ വൈബ് വന്നിട്ടുണ്ട്. സൺഡേ രാവിലെ തന്നെ പരിപാടി തുടങ്ങി. 4 മണിക്കാണ് എല്ലാവരോടും വരാൻ പറഞ്ഞേക്കുന്നത്. അന്നേരത്തേക്ക് തീരുമോയെന്ന് അറിയില്ലോ. പിന്നെ എനിക്ക് ഈ വക പരിപാടികളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാണ്. അതുകൊണ്ട് ആദ്യമേ തുടങ്ങി ബലൂണൊക്കെ വീർപ്പിച്ചു. ചേട്ടനും കൂടി, പിന്നെ അടുത്ത വീട്ടിലെ സുട്ടു, എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വരാറുള്ള ഡാൻസ് കളിക്കാറുള്ള ഗൗതമിയും ഹെൽപ്പിന് വേണ്ടി കൂടി. പിന്നെ എൻ്റെ അന്വിയും ഹെൽപ്പിന് കൂടി കുറേ ബലൂണൊക്കെ വീർപ്പിച്ചു തന്നു. അവളെനിക്ക് ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് തന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. റൈറ്റ് സൈഡിൽ ബലൂൺ വെക്കാനായിട്ട് നമ്മൾ ഈ ഡ്രസ്സൊക്കെ തൂക്കിയിടില്ലേ, ഒരു സ്റ്റാൻഡ്, അതാട്ടോ കൊണ്ട വച്ചേക്കുന്നത്. അതിലേക്ക് ബലൂൺ ഇങ്ങനെ എല്ലാം കൂടെ ഇട്ടേക്കുക. ഈ ബലൂൺ തൂക്കാനായിട്ട് ഇവർ തന്നെ ഒരു ടേപ്പ് പോലത്തെ ഒരു ഐറ്റം തരുന്നുണ്ടായിരുന്നു. ഒരു റൗണ്ടിലുള്ള കുറച്ച് ലെങ്ത്തിൽ വരുന്ന ഒരു സാധനം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അതെന്താ ഞാൻ ഫസ്റ്റ് ടൈം കാണുവാണ്. അതിൽ ബലൂൺ ഇങ്ങനെ കണക്ട് ചെയ്തിടാനായിട്ട് ഭയങ്കര ഈസി ആയിരുന്നു. അതുകൊണ്ട് കെട്ടി വെക്കേണ്ടി ഒന്നും വന്നില്ല. നല്ല ഈസി ആയിട്ട് ഇതിനകത്തേക്ക് ബലൂൺ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത് റിമൂവ് ചെയ്യാനും എളുപ്പമാണ്, ലോക്ക് ചെയ്യാനും എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കണ്ടിട്ട് അതിൻ്റെ യൂസ് എനിക്ക് കൊള്ളാൻ തോന്നി. ലെഫ്റ്റ് സൈഡിൽ അവിടെ ഇരുന്ന ആ ഒരു വടിയുടെ പൊക്കത്ത് തന്നെ എന്തൊക്കെയോ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. റൂമിനകത്ത് വെക്കാനായിട്ട് തീരെ സ്പേസ് ഇല്ല കേട്ടോ. ഇങ്ങനെ ഫംഗ്ഷൻ ആണേലും ഈ ഡെക്കറേഷൻ ആണേലും ഒക്കെ അകത്ത് മൊത്തം ഈ സെറ്റ് സോഫയൊക്കെ കിടക്കുവാണ്. പിന്നെ അതുമല്ല അവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആകെ പാടെ കൺഫ്യൂഷൻ അകത്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് എപ്പോഴും പുറത്ത് ചെയ്യുന്നതാണ് ഇഷ്ടം. ഈ പുറത്ത് ഈ ഒരു വാളിൽ മാത്രമാണ് കറക്റ്റ് വൈറ്റ് കളറിൽ വന്നിട്ട് എനിക്കിങ്ങനെ നല്ലതാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പരിപാടിയും ഞാൻ ഈ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വരുന്നവർക്കൊന്നും നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഈ സിറ്റ് ഔട്ടിൽ എല്ലാവരും പുറത്തൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും. അതാണ് ആകെ ഒരു വിഷയം. ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഈ റൈറ്റിങ്സ് ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഇതിങ്ങനെ ചുരുണ്ട് പോകാൻ വേണ്ടി തുടങ്ങിയിട്ട്. അതുകൊണ്ട് അത് നല്ല പാടായിരുന്നു അത് ഒട്ടിക്കാനായിട്ട്. അതുകൊണ്ട് ഓരോ പീസും ഒട്ടിക്കേണ്ടതായിട്ട് വന്നു, ഇങ്ങനെ ചുരുണ്ട് പോയിട്ട്. അത് മാത്രമേ എനിക്ക് ഡിഫക്റ്റ് ആയിട്ട് തോന്നിയുള്ളൂ. ഈ നെറ്റിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്ത് ഒട്ടുന്നില്ല. ഇങ്ങനെ താഴെ പോയിട്ട് അവസാനം ഞങ്ങൾ നെറ്റിൻ്റെ അടിയിൽ കൂടെ എടുത്ത് വാളിൽ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഒട്ടിച്ചു വെച്ചത്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ബട്ടർഫ്ലൈസ് ആണ് അതിലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം, ബട്ടർഫ്ലൈസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടിക്കും എടുക്കാമല്ലോ, ചീത്തയായൊന്നും പോവില്ലോ. ബലൂൺ അങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടി പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ കുറച്ച് ബാക്കി, മൊത്തം പൊട്ടി തീർന്നിട്ടില്ല. കേക്ക് നേരത്തെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പത്തെ ദിവസം, അതായത് സാറ്റർഡേ, അവളുടെ പ്ലേ സ്കൂളിലും കൊണ്ടു തന്നത് സെയിം കേക്ക് തന്നെയാണ്. ലാലാലാൻഡ് എന്നും പറഞ്ഞിട്ട് ഇവിടെ തൊടുപുഴയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കേഴ്സ് ആട്ടോ അവർ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്. അവർ തരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. സാധാ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു 1 kg ആട്ടോ ഞങ്ങൾ പറഞ്ഞത്. കുറച്ച് പേരല്ലേ ആകെ ഉള്ളൂ. അന്വി കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത്, കുറേയൊക്കെ അവളെ കൊണ്ട് പറ്റുന്ന പോലെ അലമ്പാൻ വേണ്ടി നോക്കി. ഈ 3 ഒക്കെ ഞാൻ പുറത്തുനിന്ന് വേറെ മേടിച്ചതാട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നു. അവളുടെ ഷൂ അവൾക്ക് ബർത്ത്ഡേ പ്രമാണിച്ച് മേടിച്ചതായിരുന്നു. അവൾക്ക് സാധാരണ ക്രോക്സ് ആട്ടോ മേടിക്കാറ്. കാരണം അല്ലെങ്കിൽ എപ്പോഴും നനഞ്ഞൊക്കെ പോവില്ലേ, പിള്ളേർ വെള്ളത്തിൽ കളിച്ചും നനഞ്ഞൊക്കെ പോകുന്നതുകൊണ്ട്. പിന്നെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നതാണ് ക്രോക്സ്. ഇതൊക്കെ ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വെച്ച കുറച്ച് ഫോട്ടോസാണ്. പിന്നെ എല്ലാം ഒന്നും വെച്ചില്ല, കുറേ ഉണ്ട്. ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ഇതെല്ലാം പ്രിൻ്റ് എടുത്ത് വെക്കും. ഈ ഫോണിൽ എപ്പോഴാണ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അന്വിക്ക് ഒരു 10 മാസം ഉണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോസ്, അന്വി 5-6 മാസം ഉള്ളപ്പോൾ എടുത്ത ഫോട്ടോസ്, കമന്ന് കിടക്കുമ്പോൾ ഉള്ളത്. അയ്യോ, ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ഇതിങ്ങനെ കുറേ വർഷം കഴിഞ്ഞിട്ട് പിന്നെയും കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം.
എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു കുട്ടികളുടെ പഴയ ഫോട്ടോ കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു ഫീല്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, അവർ വളർന്നുകൊണ്ടിരിക്കുക അല്ലേ. അവൾക്ക് തന്നെ കട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സ്കൂളിൽ ടീച്ചർ കൈ പിടിച്ചാൽ കട്ട് ചെയ്തേ, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്രാവശ്യം അവൾക്ക് തന്നെ കട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവൾ തന്നെ കട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുമോ. എപ്പോൾ തൊട്ട് നിൽക്കണമെന്നറിയാവോ ആ കത്തിയും പിടിച്ചോണ്ട്. ഒരു മണിക്കൂറിന് മുമ്പേ അവൾക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അവസാനം ഞങ്ങൾ പിടിവിട്ട് കേക്ക് കട്ട് ചെയ്യാൻ കൊണ്ടിരുത്തി. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അവർ വേറൊരു വഴിക്ക് പോയേക്കുമായിരുന്നു, ഒരു വയ്ക്കും വരെ പോയേക്കുമായിരുന്നു. അച്ഛൻ്റെ അമ്മാവനൊന്നും സുഖമില്ലാതെ കിടക്കുക. അപ്പോൾ അവരൊന്ന് കാണാനായിട്ട് വയ്ക്കത്തിന് പോയേക്കണോണ്ട് അവർക്ക് എത്താൻ പറ്റിയില്ല കറക്റ്റ് ടൈമിൽ. പക്ഷേ ഇവളിവിടെ റെഡിയായിട്ട് നിൽക്കുന്നത് കൊണ്ടും ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ വന്നതുകൊണ്ടും ഞങ്ങൾ 4 മണിക്ക് തന്നെ പരിപാടി നടത്താൻ തീരുമാനിച്ചു. അവരൊരു അരമണിക്കൂർ താമസിക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്വി തന്നെ കേക്ക് കെട്ടിയോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കേക്ക് കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ പിള്ളേർ കേൾക്കുമോ. ഈ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എത്ര നാളായിട്ട് കാത്തിരിക്കണമെന്നറിയോ. എന്നും രാവിലെ എഴുന്നേക്കുമ്പോൾ ഇരുന്ന് പറയും, അമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ, അമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എന്നും അവളുടെ ബർത്ത്ഡേ ആണെന്ന് അവൾ പറയണത്. അവളുടെ അമ്മാവനെ ഫോൺ വിളിക്കുമ്പോഴേക്കും അവൾ പറയുന്നത്, അമ്മാവ എനിക്ക് വരുമ്പോൾ കേക്ക് കൊണ്ടു തരണം എന്നാ. വേറെ ഒന്നും വേണ്ട, ടോയ്സ് കൊണ്ടു തരാനൊന്നും അല്ല അവൾ പറയണേ, അവൾക്ക് കേക്ക് വേണമെന്നാണ് പറയണേ. ഇപ്പോഴത്തെ പിള്ളേരല്ല, എല്ലാവർക്കും തന്നെ കേക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും ഇങ്ങനെ. ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേക്കെങ്കിലും ഇച്ചിരി കൊടുത്തേക്കാം. പരമാവധി ഞങ്ങൾ കൊടുക്കാതിരിക്കാൻ നോക്കൂ കേട്ടോ. പിന്നെ ഞാനും കുറേ നാളിന് ശേഷം സാരി കൊടുത്തു. എൻ്റെ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഇതൊരു കോട്ടൺ പോലത്തെ സാരിയാണ്, പ്യുവർ കോട്ടൺ അല്ല. എന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല സുഖമാണ്, ഉടുക്കാനും സുഖമാണ്, ഉടുത്താൽ ഇരിക്കുകയും ചെയ്യും. ഒരു കോട്ടൺ പോലെ ഫീൽ കിട്ടുന്ന ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിൻ്റെ സെലക്ഷനാണ്, ആൾ തന്നെ എനിക്ക് സെലക്ട് ചെയ്ത് മേടിച്ച് തന്നതാണ്. എനിക്ക് അന്വിതേ മാധവൻ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ കസിൻ്റെ കുട്ടിയാണ്. അവനും കേക്കൊക്കെ പീസ് കൊടുത്തു. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കേക്കാണെങ്കിൽ വാരിയായിട്ടോ അവൾ കഴിക്കുന്നത്. ബർത്ത്ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഗിഫ്റ്റൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ആരും ഗിഫ്റ്റ് കൊടുത്തില്ല. ആകെ ഒരു കൊച്ചച്ഛൻ മാത്രമേ കൊടുത്തുള്ളൂ. അന്ന് അന്നേരമാണ് വിളിച്ചത്. അവരന്നേരം വന്നപ്പോൾ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു. ബാക്കി എൻ്റെ അച്ഛനും ചേട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും നേരത്തെ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അവൾക്ക് ഗിഫ്റ്റായിട്ട് ഒരു മോതിരം, കമ്മൽ കിട്ടി, മോതിരം കിട്ടി, പിന്നെന്താ കുറച്ച് ടോയ്സ് കിട്ടി, പിന്നെ ഒരു മൈക്കും സ്പീക്കറൊക്കെ കിട്ടി, പിന്നെ ഡ്രസ്സ് കിട്ടി. ഇതൊക്കെ നേരത്തെ കിട്ടിയായിരുന്നു. പിന്നെ മൈക്കിൻ്റെ സ്പീക്കറിൻ്റെയും വീഡിയോ ഞാൻ വേറെ ഒരു റിവ്യൂ ആയിട്ട് ഇടാമേ. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ ഇത് അന്വിയുടെ ഫ്രണ്ട്സാട്ടോ, ആര്യനും ആദിയും സുട്ടു, ഇതൊക്കെ വീടിനടുത്തുള്ള അന്വിയുടെ ഫ്രണ്ട്സാണ്, റിലേറ്റീവ്സാണ്. അവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പോഴേക്കുമാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയത്. എല്ലാവർക്കും കേക്ക് കൊടുത്തു, പായസം ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഫംഗ്ഷൻ അല്ല, വലിയ ഫുഡ് അറേഞ്ച്മെൻ്റ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. ചെറിയ രീതിയിൽ എല്ലാവർക്കും ഒരു സ്നാക്സ് എന്നുള്ള രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു. എൻ്റെ അച്ഛനമ്മ, അനിയൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അങ്ങനെ എല്ലാവരും. അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ സെലിബ്രേഷൻ. ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷിച്ചു. കൊച്ചിന് ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും, വന്നവർക്കും, സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു.